ടിപ്പ് നമ്പർ 2, ഒത്തിരി റെസൊല്യൂഷൻസ് ഒരുമിച്ചെടുക്കാതിരിക്കുക. നമ്മളിൽ പലരും ജനുവരി ആകുമ്പോഴേക്കും ഒരുപാട് റെസൊല്യൂഷൻസ് ഒരുമിച്ചെടുക്കും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അതൊരു ടൈപ്പ് ഓഫ് പ്രഷറിലാവും. നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ ഇങ്ങനെ പ്രഷർ ഒന്നും എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ലോലി നമ്മൾ ഓരോ റെസൊല്യൂഷൻസ് ആയിട്ട് ക്വിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നമ്മൾ വളരെ സമയമെടുത്ത് കണ്ടെത്തണം. എന്നിട്ട് ഈ മാറ്റങ്ങൾ വളരെ സ്ലോലി നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്നും രാവിലെ 9 മണിക്ക് എണീക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തൊരു റെസൊല്യൂഷനാണ് ഈ 9 മണിക്ക് പകരം 6 മണിക്ക് എണീക്കുക എന്നുള്ളത്. ഇതൊരു ദിവസം കൊണ്ട് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാഴ്ച, ഒന്നരാഴ്ച കൂടി പോയ ഒരു മാസം നമ്മളിത് ഫോളോ ചെയ്യും. പിന്നെ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും, ടയേർഡ് ആവും. പിന്നെ നമ്മൾ സ്ലോലി അത് ക്വിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 9 മണിക്ക് എണീക്കുന്നതിന് പകരം ആദ്യത്തെ ഒരാഴ്ച നമ്മൾ 8:45 എണീക്കണം. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അത് 8:30 ആക്കുക, പിന്നെ 8:15, 8 o'clock, അങ്ങനെ 2-3 മാസം ടൈം എടുത്ത് നമ്മുടെ ഈ 6 മണിക്ക് എണീക്കുക എന്നൊരു ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏതൊരു മാറ്റമാണെങ്കിലും വളരെ സ്ലോലി നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈഫിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ശീലം ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടിപ്പ് നമ്പർ 2, ഒത്തിരി റെസൊല്യൂഷൻസ് ഒരുമിച്ചെടുക്കാതെ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ എന്തൊക്കെ മാറ്റങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതെന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. എന്നിട്ടത് വളരെ സ്ലോലി നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം.